പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് നഗരത്തെ ഞെട്ടിച്ച് ഇന്നലെയാണ് പാളയത്തുള്ള ജയലക്ഷ്മി സിൽക്സിൽ ഈ വമ്പൻ തീപിടുത്തമുണ്ടായത്. പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ട് ഇറക്കിയ സ്റ്റോക്ക് പൂർണ്ണമായും ചാരമായി. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വസ്ത്രവ്യാപാരശാലയിൽ തീപിടിച്ച് കോടികൾ കത്തിയത്. കോഴിക്കോട് ജില്ലയിൽ പ്രധാനമായും 8 ഫയർ സ്റ്റേഷനുകളാണുള്ളത്. നഗരത്തിൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ വെള്ളിമാടുകുന്ന്, മീൻചന്ത, ബീച്ച് ഫയർ സ്റ്റേഷനുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുക. എന്നാൽ ഇതിൽ ബീച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ആസ്ഥാന മന്ദിരം പുനർനിർമ്മാണം 3 വർഷമായി കടലാസിൽ ഒതുങ്ങിക്കിടക്കുകയാണ്. എയർപോർട്ടിൽ ഉപയോഗിക്കുന്ന ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഫയർ യൂണിറ്റ് കോഴിക്കോട് നഗരത്തിലെ ഏതെങ്കിലും ഫയർ സ്റ്റേഷനിൽ വേണമെന്ന വ്യാപാരികളുടെ ആവശ്യവും പരിഗണിക്കപ്പെട്ടിട്ടില്ല. അപകടങ്ങൾ സംഭവിച്ച് നെട്ടോട്ടം ഓടുന്നതിനേക്കാൾ നല്ലത് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതാണല്ലോ. അപ്പോൾ അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികാരികൾ എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല എന്ന കാര്യമാണ് ഇന്ന് ന്യൂസ് ആംഗിൾ വിശകലനം ചെയ്യുന്നത്. ബെൻസൺ ബാബുവാണ് നമുക്കൊപ്പം ഉള്ളത്. ബെൻസൺ, ഗുഡ് മോർണിംഗ്. ജയലക്ഷ്മിയിലുണ്ടായ തീപിടുത്തത്തിന്റെ വ്യാപ്തി നമുക്കിനിപ്പോൾ പ്രേക്ഷകരിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അത്ര കണ്ട് എല്ലാവരും തത്സമയം കണ്ടൊരു കാര്യമാണ്. എത്ര പണിപ്പെട്ടാണ് ആ തീ അണയ്ക്കാൻ കഴിയുന്നത് എന്നുള്ളത്. അതിന് തൊട്ടു പിന്നാലെ മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം ഇന്നലെ വന്നത് അദ്ദേഹം അപകടത്തിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കോഴിക്കോട് നഗരത്തിൽ അടിക്കടി തീപിടുത്തം ഉണ്ടാകുന്നത് ഗൗരവതരമാണ്, കാരണങ്ങൾ അന്വേഷിക്കുമെന്ന മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പക്ഷേ മന്ത്രിക്ക് അറിയാത്ത കാര്യമല്ല ഇതിപ്പം. ഈ മന്ത്രി തന്നെ ഇപ്പം വന്നിട്ട് ഭരണത്തിലൊക്കെ വന്നതിന് ശേഷം എത്ര തീപിടുത്തം അവിടെ ഉണ്ടായി. പണ്ട് ഈ മിഠായി തെരുവിലാണ് നിരന്തരമായി തീ പിടിച്ചുകൊണ്ടിരുന്നതെങ്കിൽ പിന്നീട് അവിടെ ഒരു പുനർനിർമ്മാണമൊക്കെ നടത്തിയതിനു ശേഷം അവിടെ നിന്ന് അങ്ങനെ കേൾക്കുന്നില്ല. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ തന്നെ സമാന്തരമായി പലയിടങ്ങളിലും ഈ മാസങ്ങളുടെയൊക്കെ ഇടവേളകളിൽ വമ്പൻ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നതും പിന്നീട് ഫയർ എഞ്ചിനുകൾ ഓടിയെത്തി തീ അതും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിനൊടുവിൽ തീ അണയ്ക്കുന്നതും ഒക്കെ നമ്മൾ തന്നെ എത്രയോ നാളായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ബെൻസൺ ഈ ഫയർ സ്റ്റേഷനുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ആദ്യം ഈ കോഴിക്കോട് നഗരത്തിൽ ഇങ്ങനെ ഒരു തീപിടുത്തം നിരന്തരമായിട്ടുണ്ടാകുന്നത് എന്തുകൊണ്ട് എന്നതൊരു വിദഗ്ധമായ പഠനം നടക്കാത്തൊരു കാര്യം അതെന്തുകൊണ്ടായിരിക്കും? രണ്ടാമത്തേത്, നമ്മളിപ്പോൾ ഈ ചോദിച്ച പോലെ ഫയർ സ്റ്റേഷനുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതും അല്ലെങ്കിൽ ഫയർ സ്റ്റേഷനുകളുടെ അപര്യാപ്തതയും അത് എന്തായിരിക്കും അധികാരികളിലേക്ക് എത്താത്തത്? സേതുലക്ഷ്മി, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിൽ അവരുടെ സേവനം നടത്തുന്ന ഒരു സേന തന്നെയാണ് ഫയർഫോഴ്സ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സേവന സന്നദ്ധരാണ്. അത്രത്തോളം അവർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ അവർക്ക് നൽകുന്ന ഈ സംവിധാനങ്ങൾ അത് എത്രത്തോളം ഉണ്ട് എന്നതിനെ പറ്റിയാണ് ചർച്ചകൾ ഉണ്ടാവേണ്ടത്. പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ 8 ഫയർ സ്റ്റേഷനുകളാണ് പ്രധാനമായും ഉള്ളത്. കോഴിക്കോട് നഗരത്തിലുള്ളത് പ്രധാനപ്പെട്ട 3 ഫയർ സ്റ്റേഷനുകളാണ്. അതിലൊന്ന് മീൻചന്ത, മറ്റൊന്ന് വെള്ളിമാടുകുന്ന്, മറ്റൊന്ന് ബീച്ച് ഫയർ സ്റ്റേഷനാണ്. അതിലെ ബീച്ച് ഫയർ സ്റ്റേഷന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്രത്തോളം ശോകമാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം അതുമായി സംബന്ധിച്ചിട്ടുള്ള വാർത്ത നമ്മൾ ന്യൂസ് മലയാളം തന്നെ 2-3 തവണ ചെയ്തിട്ടുള്ളതാണ്. 2023 പുതിയൊരു ഫയർ സ്റ്റേഷൻ കെട്ടിടം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ തുടങ്ങുകയും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തതാണ്. അത്രത്തോളം കാലപ്പഴക്കം ചെന്ന കെട്ടിടമായിരുന്നു ബീച്ച് ഫയർ സ്റ്റേഷന്റേത്. അത് പുതുക്കി പണിയുന്നതിന് നവീകരിക്കുന്നതിനായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരുന്നെങ്കിലും അതൊന്നും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഒരു താൽക്കാലിക കെട്ടിടത്തിലാണ്, ടാർപോളിൻ വലിച്ചു കെട്ടി അതിന്റെ അടിയിലാണ് ഈ ഫയർ യൂണിറ്റുകൾ തന്നെ കിടക്കുന്നത്. അപ്പോൾ അത്രത്തോളം ശോകമുഖമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ബീച്ച് ഫയർ സ്റ്റേഷനിലുള്ളത്. അതായത് ബീച്ച് ഫയർ സ്റ്റേഷനിൽ 8 ഫയർ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു താൽക്കാലിക സംവിധാനത്തിലേക്ക് ഈ ഫയർ യൂണിറ്റുകൾ അല്ലെങ്കിൽ ഈ സ്റ്റേഷൻ തന്നെ മാറ്റേണ്ട ഒരു സാഹചര്യം എത്തിയപ്പോൾ ഈ 8 ഫയർ യൂണിറ്റുകളിലെ 1 മാത്രം അവിടെ നിർത്തി ബാക്കിയുള്ള ഫയർ യൂണിറ്റുകളെല്ലാം തന്നെ വെള്ളിമാടുകുന്ന്, അതോടൊപ്പം തന്നെ മീൻചന്ത, മുക്കം, കൊയിലാണ്ടി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക്, അടക്കമുള്ള ഫയർ സ്റ്റേഷനുകളിലേക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഫയർ യൂണിറ്റുകൾ മാറ്റുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന 70ഓളം ജീവനക്കാരുണ്ടായിരുന്നു. ആ ജീവനക്കാരെ വെട്ടിച്ചുരുക്കി 22 ജീവനക്കാരാക്കി. അപ്പം നിലവിൽ ബീച്ച് ഫയർ സ്റ്റേഷനിലുള്ളത് ഒരു ഫയർ യൂണിറ്റും 22 ജീവനക്കാരും മാത്രമാണ്. കാരണം 70 ഫയർ ജീവനക്കാരും 8 യൂണിറ്റുകളും ഉണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ അത്രത്തോളം കുറഞ്ഞത് എന്ന് ആലോചിക്കണം. അപ്പോൾ 2023 ആരംഭിച്ച ആ ചർച്ചകൾ, പുതിയ നവീകരിച്ച കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഈ ഉദ്യോഗസ്ഥർ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ബീച്ച്, അതോടൊപ്പം തന്നെ മീൻചന്ത, വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് വേണം ഉദ്യോഗസ്ഥരെത്താനും സംവിധാനങ്ങൾ എത്താനും. അപ്പോൾ അതിലെ ബീച്ച് ഫയർ സ്റ്റേഷന്റെ അവസ്ഥ നമ്മളിപ്പോൾ മേൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2007 നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 2007 കോഴിക്കോട് ജില്ലയിലെ അല്ലെങ്കിൽ മിഠായി തെരുവിൽ ഏറ്റവും വലിയ തീപിടുത്തം ഉണ്ടാകുന്ന അന്ന് 6ഓളം ആളുകൾ അവിടെ മരിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ 30ഓളം കടകൾ പൂർണ്ണമായും കത്തിനശിക്കുന്ന സാഹചര്യമുണ്ടായി. അന്ന് വ്യാപാരികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു
എയർപോർട്ടിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഫയർ യൂണിറ്റുകൾ, അതിൽ ഒന്ന് കോഴിക്കോട് ജില്ലയിലെ അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിലെ ഏതെങ്കിലും ഒരു ഫയർ സ്റ്റേഷനിൽ ഉണ്ടാകണമെന്നൊരു ആവശ്യം 2007 വ്യാപാരികൾ ഉന്നയിച്ച ആവശ്യമാണ്. പക്ഷേ ഇത്ര വർഷം കഴിഞ്ഞിട്ടും അതിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല. ഇന്നലെയും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ തീ അണയ്ക്കാൻ അല്ലെങ്കിൽ ജയലക്ഷ്മി സിൽക്സിലെ തീ അണയ്ക്കാൻ എയർപോർട്ടിൽ നിന്നും കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും ആ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓസ്ട്രിയൻ പാന്തർ എന്ന് പറയുന്ന ആ യൂണിറ്റ് എത്തേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഈ വ്യാപാരികൾ ആവശ്യപ്പെട്ട ഒരു ആവശ്യം ഇപ്പോഴും അത് കടലാസിൽ തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ അത് കൃത്യമായി പരിഗണിക്കപ്പെട്ടില്ല. അന്നത്തെ ഭരണകൂടം കൃത്യമായിട്ടും ഇക്കാര്യങ്ങൾ പരിഗണിക്കാമെന്ന വാക്ക് വ്യാപാരികൾക്ക് നൽകിയിരുന്നു. ആ പരാതികൾ ഉൾപ്പെടെ വ്യാപാരികൾ ഇപ്പോൾ ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഈ നഗരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പെട്ടെന്ന് തീപിടുത്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഫയർ യൂണിറ്റുകൾക്ക് എത്തി വെള്ളം ശേഖരിക്കുന്നതിനായിട്ടുള്ള ഒരു കോമൺ പോയിന്റുകൾ, വാട്ടർ പോയിന്റുകൾ ഓരോ ഇടങ്ങളിലും ഉണ്ടാകും. അത് അതെല്ലാം എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എന്നതിലെ പരിശോധനകൾ ഫ്രീക്വന്റ് ആയി കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നടക്കേണ്ടതുണ്ട്. പക്ഷേ അവയൊന്നും തന്നെ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനമായി നമുക്കറിയാം കോഴിക്കോട് നഗരമധ്യത്തിൽ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് സമീപത്ത് അവിടെ ഒരു കെട്ടിടത്തിലും തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അതിന്റെ പിറ്റേ ദിവസം തൊട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും അന്ന് നടന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ, തീപിടുത്തം ഉണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് ഈ സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള പരിശോധനകൾ മാത്രം നടക്കുന്നുള്ളൂ. അതായത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. കാരണം പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളാണ്. അതിനെ ഏത് രീതിയിൽ കൃത്യമായി അല്ലെങ്കിൽ ഏത് രീതിയിൽ നേരിടണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തത വരണമെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കണം. പക്ഷേ അവയൊന്നും തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ നല്ല ഒരു സംവിധാനങ്ങൾ ഈ ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചു നൽകുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഈ ഒരു അപകടങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാൻ സാധിക്കും. ആവശ്യങ്ങളൊക്കെയും അധികൃതർ വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഉദ്യോഗസ്ഥർ അവർ ജോലി സന്നദ്ധരാണ്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം, അല്ലെ? പശ്ചാത്തല സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നൽകി കൊടുക്കാൻ ഈ അധികൃതർ തയ്യാറാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലത്തെ മന്ത്രിയുടെ പ്രതികരണം കേട്ടിട്ട് അതിലേക്കൊക്കെയുള്ള ഒരു നടപടികൾക്കൊക്കെ തുടക്കമാകുമെന്ന് തോന്നുന്നു.